ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സർവേശ്വരനെ തെരഞ്ഞ് നമ്മൾ എവിടെയും പോകേണ്ടതായിട്ടില്ല. അത് മനസ്സിലാവുന്നത് വരെ അലയുക തന്നെ വേണം. പലയിടത്തും പോയി നോക്കുമ്പോഴേ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് മനസ്സിലാവുകയുള്ളൂ. അതിരിക്കുന്നത് തന്നിൽ താനായിട്ടാണ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധം അലഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനാൽ തന്നിൽ തന്നെ ഹൃത്തിലെന്നുടെ നീയിരിപ്പതുമുണ്ടു കാൺമതുമില്ല ഞാൻ ഇത്തരത്തിലൊരുന്നിടുന്നൊരിരുപ്പു സങ്കടമെത്രയും ഹസ്തസേംനയിരുന്നിടുന്നൊരു ഭക്ഷ്യമന്നമതുണ്ണുവാൻ ക്ഷുത്തുകൊണ്ടു വലഞ്ഞവന്നുതകായിലുണ്ടതി സങ്കടം. എത്ര വലിയ ഒരു ഉദാഹരണ സഹിതമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഹൃത്തിലെന്നുടെ നീ ഇരിപ്പതുമുണ്ടു കാൺമതുമില്ല ഞാൻ. എൻ്റെ ഹൃദയത്തിലാണ് അവിടെ നിൽക്കുന്നത്, എന്നാലും എനിക്കത് കാണാൻ സാധിക്കുന്നില്ല. ഏതുപോലെയാണ് അങ്ങനെ ആ ഇരിക്കുന്നത് ഏറ്റവും വലിയ സങ്കടകരമായിരിക്കുന്നു. എന്താ സങ്കടം? എനിക്കറിയാൻ കഴിയാത്തതുകൊണ്ട്. ഹസ്തസീമന ഇരുന്നിടുന്നൊരു ഭക്ഷ്യമന്നമതുണ്ണുവാൻ, കയ്യിലിരിക്കുന്ന ഭക്ഷണം ഉണ്ണുവാൻ കഴിയുന്നില്ലെങ്കിൽ സങ്കടമല്ലേ? ഹസ്തസീമനി ഇരുന്നിടുന്നൊരു ഭക്ഷ്യമന്നമതുണ്ണുവാൻ ക്ഷുത്തുകൊണ്ടു വലഞ്ഞവന്നുതകായിലുണ്ടതി സങ്കടം. വിശപ്പ് കൊണ്ട് വലയുന്നുണ്ട്. തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം ഉണ്ണാൻ സാധിക്കുന്നുമില്ലെങ്കിൽ അത് ഏറ്റവും വിഷമകരമല്ലേ? അതുപോലെയാണ് എൻ്റെ ഹൃദയത്തിലിരുന്നിട്ടും എനിക്കങ്ങനെ അറിയാൻ കഴിയാത്തത്. എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, എന്നിട്ടും എനിക്ക് മാത്രം കാണാൻ കഴിയുന്നില്ല. കാണാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പുറത്തേക്ക് ദർശിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. മനസ്സാണെങ്കിലോ ഇന്ദ്രിയങ്ങളുടെ കൂടെ പുറം ലോകത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് വേണം, ഇത് വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, അവിടെ പോയാൽ സുഖമാകും, ഇവിടെ വന്നാൽ സുരക്ഷ കിട്ടും എന്നെല്ലാം മനസ്സ് തെറ്റിദ്ധരിച്ച് ശരീരത്തെയും വലിച്ചുകൊണ്ട് ലോകം മുഴുവൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മനസ്സിനെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. ഇതെവിടെ അലഞ്ഞാലും കിട്ടുന്നതല്ല. ഹൃത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആത്മീയമായ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് ഈ ഹൃത്തിലിരിക്കുന്നു, എന്നിട്ടും അറിയാൻ കഴിയുന്നില്ല. അതേതുപോലെയാണ് കയ്യിലിരിക്കുന്ന ഭക്ഷണം വിശപ്പ് കൊണ്ട് വലഞ്ഞ ഒരാൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സങ്കടമല്ലേ ഉണ്ടാവുക? അപ്രകാരം ഹസ്തസീമിനി കയ്യിൻ്റെ ഏറ്റവും അടുത്ത് ആഹാരം ഇരുന്നിട്ടും ഹസ്തസീമിന് ഇരുന്നിടുന്നൊരു ഭക്ഷ്യമന്നമതുണ്ണുവാൻ, തൻ്റെ കയ്യിൻ്റെ അടുത്തിരിക്കുന്ന ഭക്ഷണം ഉണ്ണാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എത്ര സങ്കടമുണ്ട് ഭഗവാൻ എന്നാണ്. ക്ഷുത്തുകൊണ്ട് വലഞ്ഞവനുടകായിലുണ്ടതി സങ്കടം. നമ്മളെ ഇരിക്കുന്നു, അതിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നോ ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖം തരും. ഉള്ളിലിരിക്കുന്നു എന്ന് അറിയുന്നില്ലെങ്കിൽ പുറമേ നമ്മൾ ഓടി അലയുന്നു. അതിലൂടെ സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കാനിട വരുന്നു. ഓട്ടം നിർത്തി എന്നിൽ തന്നെയാണെന്ന് ബോധിച്ചാലും അത് അനുഭവവേദ്യമാകണമെങ്കിൽ കുറച്ചുകൂടി നമ്മളെ ഉള്ളിലോട്ട് ആണ്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. അതിനാണ്
നമുക്ക് വിരക്തിയും ഭക്തിയും അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഹൃത്തിലെന്നുടെ നീയിരിപ്പതു ഉണ്ടു കാൺമതുമില്ല ഞാൻ, ഇത്തരത്തിലിരുന്നിടുന്നൊരിരുപ്പു സങ്കടമെത്രയും. ഹസ്തസീമനി ഇരുന്നിടുന്നൊരു ഭക്ഷ്യമന്നമതുണ്ണുവാൻ, ചുട്ടുകൊണ്ടു വലഞ്ഞവന്നുതകയിലുണ്ടതി സങ്കടം. ഈ ഉദാഹരണ സഹിതമായ ഈ സുഭാഷിത രത്നത്തെ ഒന്ന് മനനം ചെയ്തു നോക്കൂ. നമ്മുടെയും അവസ്ഥ അത് തന്നെയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.